നമ്മുടെ മുഖ്യൻ ഇരട്ടച്ചങ്കൻ എന്ന് പാർട്ടി അണികൾ കൊട്ടിഘോഷിക്കുന്ന പിണറായി വിജയന്റെ അടുത്ത നാടകവും അഥവാ പ്രതിരോധ ക്യാപ്സ്യൂളും ദയനീയമായി പൊളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കുടുംബസമേതം കേരളത്തെ കൊള്ളയടിച്ചതിന്റെയും ഭരണസിരാ കേന്ദ്രത്തെ സ്വകാര്യ കോട്ടയാക്കി മാറ്റിയതിന്റെയും നിർണായകമായി തെളിവുകൾ ഒന്നൊന്നായി മറനീക്കി പുറത്തു വരുമ്പോൾ പാർട്ടിയുടെ ഔദ്യോഗിക മുഖപത്രമായ ദേശാഭിമാനി പോലും നാണം കെട്ട് തലകുനിച്ച് നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ച ഒരു സമൻസ് കഴിഞ്ഞ ദിവസം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പൊട്ടിത്തെറിക്ക് തിരികൊളുത്തിയിരിക്കുന്നു. അതെ, കേരള ജനതയെ വീണ്ടും മുൾമുനയിൽ നിർത്തുന്ന, ഭരണകൂടത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒരു നിർണായകമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു കടലാസ തുണ്ടിന്റെ പേരിലുള്ള മാധ്യമ യുദ്ധം CPMന്റെ പതിവ് പുകമറ തന്ത്രങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ മലയാള മനോരമ രേഖകളും വസ്തുതകളും നിരത്തി ആ കള്ളപ്രചാരണത്തെ വെല്ലുവിളിച്ച് വിജയം നേടുന്ന കാഴ്ച മാധ്യമധർമ്മത്തിന്റെ മൂർച്ച ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. EDയുടെ സമ്മൻസിനെ കിട്ടിയില്ല എന്നും വ്യാജമാണ് എന്നും പറഞ്ഞ് തള്ളിമാറ്റാൻ മുഖ്യമന്ത്രിയും പാർട്ടി സംവിധാനവും കിണഞ്ഞു പരിശ്രമിച്ചുവെങ്കിലും വസ്തുതകളുടെ മുന്നിൽ അവരുടെ എല്ലാ പ്രതിരോധ കോട്ടകളും തകർന്നു വീണു. ഒരു സമ്മൻസിനെ നോട്ടീസ് എന്ന പേര് മാറ്റി വിളിച്ചുകൊണ്ട് അതിന്റെ ഗൗരവം കുറയ്ക്കാൻ ശ്രമിച്ച ദേശാഭിമാനിയുടെ തരം താഴ്ന്ന ശ്രമവും അതിന് മനോരമ നൽകിയ അക്കമിട്ട മറുപടിയും ഇന്ന് കേരളത്തിലെ എല്ലാ കോണുകളിലും ചർച്ചാ വിഷയമാണ്. ഈ സംഭവ വികാസങ്ങൾ കേവലം ഒരു വാർത്തയല്ല, മറിച്ച് അഴിമതിരഹിത ഭരണം എന്ന വാഗ്ദാനം നൽകി അധികാരത്തിൽ വന്ന ഒരു സർക്കാരിന്റെ, പ്രത്യേകിച്ചും അതിന്റെ തലവന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നിർണായക ഘട്ടമാണ്. മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ EDയുടെ നോട്ടപ്പുള്ളിയായി മാറിയതോടെ വിഷയം കൈവിട്ടു പോകാതിരിക്കാൻ CPMഉം അതിന്റെ മുഖപത്രമായ ദേശാഭിമാനിയും സ്വീകരിച്ച തന്ത്രങ്ങൾ ജനങ്ങളുടെ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. മുഖ്യമന്ത്രി സമൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ സമൻസ് നൽകിയ കാര്യം ED ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇവിടെയാണ് ദേശാഭിമാനിയുടെ രക്ഷാദൗത്യം ആരംഭിക്കുന്നത്. ED അയച്ചത് കേവലം ഒരു നോട്ടീസാണ്. അത് കേവലം ഒരു നോട്ടീസ് അല്ല, കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള അഥവാ PMLA ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിന്റെ ഭാഗമായ സമൻസ് ആണ്. ഇവിടെ CPM മനഃപൂർവ്വം സമൻസ് എന്ന വാക്കിന് പകരം നോട്ടീസ് എന്ന വാക്ക് ഉപയോഗിച്ചത് ജനങ്ങളുടെ മനസ്സിൽ വിഷയത്തിന്റെ ഗൗരവം കുറയ്ക്കാനായിരുന്നു. PMLA പ്രകാരമുള്ള സമൻസ് എന്നാൽ അത് നിസ്സാരമായൊരു വിളിച്ചുവരുത്തലല്ല, മറിച്ച് ക്രിമിനൽ നടപടിക്രമങ്ങളുടെ ഭാഗമായി കള്ളപ്പണം വെളുപ്പിക്കൽ പോലെയുള്ള അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ തെളിവുകൾ തേടിയുള്ള ചോദ്യം ചെയ്യലാണ്. ഈ നിയമപരമായ വ്യത്യാസം മറച്ചുവെക്കാൻ ശ്രമിച്ചതിലൂടെ സത്യത്തെ വളച്ചൊടിക്കാനുള്ള പാർട്ടിയുടെ വ്യഗ്രതയാണ് പുറത്തു വന്നത്. സമൻസിലെ വിലാസം പേന കൊണ്ട് എഴുതിയത് ഉത്സവ കമ്മിറ്റി രസീത് പോലെ തോന്നിക്കുന്നു. ഇത് രേഖയുടെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നു. സമൻസിന്റെ ആദ്യ പേജിലാണ് വിലാസം പേന കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിവേക് കിരൺ, സൺ ഓഫ് പിണറായി വിജയൻ, ക്ലിഫ് ഹൗസ്, തിരുവനന്തപുരം എന്ന വിലാസം സമൻസ് അയക്കാനോ കൈമാറാനോ ഉദ്ദേശിച്ചുകൊണ്ട് ED ചേർത്തതാകാമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഔദ്യോഗിക രേഖയെ ഉത്സവ കമ്മിറ്റി രസീതുമായി താരതമ്യം ചെയ്ത ദേശാഭിമാനി തരം താഴ്ന്ന രാഷ്ട്രീയ ഹാസ്യത്തിന് വേണ്ടിയാണ് നിലകൊണ്ടത്. ഇവിടെ EDയുടെ ഭരണപരമായ നടപടിക്രമങ്ങളിലുള്ള അജ്ഞതയോ അതോ അറിഞ്ഞുകൊണ്ട് സത്യത്തെ പരിഹസിച്ച് തള്ളാനുള്ള ഇരട്ടച്ചങ്കൻ തന്ത്രമോ ആണ് പാർട്ടി പത്രം പുറത്തെടുത്തത്. ഒരു മുഖ്യമന്ത്രിയുടെ മകനെ രക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര ഏജൻസിയെ അവഹേളിക്കാനും വിവരമില്ലാത്തവരായി ചിത്രീകരിക്കാനും ശ്രമിച്ചതിലൂടെ ദേശാഭിമാനിയോട് വിശ്വാസ്യതയില്ല എങ്കിലും അതിവിടെ വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ്. സമൻസിലെ കേസ് നമ്പറുകളെ കുറിച്ചുള്ള വാദപ്രതിവാദങ്ങളാണ് CPMന്റെ പ്രതിരോധത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയായത്. നമ്പറുകൾ വ്യത്യസ്തമാണ്, അതിനാൽ കൃത്രിമമാണ് എന്ന ദേശാഭിമാനിയുടെ ലളിത യുക്തി വസ്തുതകളുടെ മുന്നിൽ തകർന്നടിഞ്ഞു. 11നും 14നും നൽകിയ നോട്ടീസ് നമ്പറുകൾ വ്യത്യസ്തമാണ്. 769 എന്നും 02/2020 എന്നും ഒരേ ഒരു രേഖയിൽ എങ്ങനെ രണ്ട് നമ്പറുകൾ വന്നു? മനോരമയുടെ മറുപടി നോക്കാം. ഒന്ന് സമൻസിന്റെ നമ്പറാണ്, മറ്റൊന്ന് അത് ഉൾപ്പെട്ട കേസിന്റെ നമ്പറാണ്. ഒരു അന്വേഷണ ഏജൻസിക്ക് സമൻസിന് ഒരു നമ്പറും അത് ഉൾപ്പെട്ട കേസിന് മറ്റൊരു നമ്പറും നൽകാമെന്ന അടിസ്ഥാനപരമായ നിയമപരമായ സത്യമാണ് മനോരമ തുറന്നു കാട്ടിയത്. ഇത് കേവലം നമ്പർ വ്യത്യാസം മാത്രമല്ല, 02/2020 എന്ന കേസ് നമ്പറിന് പിന്നിൽ മറഞ്ഞിരിക്കുന്നത് വർഷങ്ങളായി മുഖ്യമന്ത്രി പിണറായി വിജയനെ വേട്ടയാടുന്ന SNC ലാവ്ലിൻ കേസാണെന്ന് ED സ്ഥിരീകരിച്ചിരിക്കുന്നു. ലൈഫ് മിഷൻ വിവാദത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ച CPMന് ലാവ്ലിൻ ഭൂതം ഈ സമൻസിലൂടെ വീണ്ടും തലപൊക്കിയത് വലിയ പ്രഹരമായി. മകനെതിരായ സമൻസ് ഒടുവിൽ എത്തിച്ചേർന്നത് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ കറുത്ത അധ്യായത്തിലേക്ക് തന്നെ. സമൻസിന്റെ വിശ്വാസ്യത ഉറപ്പിക്കാൻ മനോരമ സ്വീകരിച്ച തന്ത്രമാണ് ദേശാഭിമാനിയുടെ വാദങ്ങളെ പാടെ നിഷ്പ്രഭമാക്കിയത്. EDയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമായ വെരിഫൈ യുവർ സമൻസ് എന്ന സംവിധാനം ഉപയോഗിച്ച് സമൻസിന്റെ ആധികാരികത ഉറപ്പുവരുത്താനാണ് മനോരമ പ്രതിരോധം തീർത്തത്.
സമൻസ് നമ്പറും അതിലെ പാസ്വേഡും ഉപയോഗിച്ച് പരിശോധിച്ചപ്പോൾ അത് യഥാർത്ഥ സമൻസ് ആണെന്ന് ED വെബ്സൈറ്റ് സ്ഥിരീകരിച്ചു. ഡീറ്റെയിൽസ് ഓഫ് സമൻസ് ഇഷ്യൂഡ് എന്ന വിഭാഗത്തിൽ സമൻസ് ആർക്കാണ് നൽകിയത് എന്ന ചോദ്യത്തിന് ഉത്തരം വിവേക് കിരൺ എന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ PK ആനന്ദ് എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ തെളിവുകൾ നിരത്തിയതോടെ സമൻസ് വ്യാജമാണ് എന്ന പാർട്ടി പത്രത്തിന്റെ പ്രചാരണം ഒരു തരിമ്പ് പോലും വിശ്വാസ്യതയില്ലാത്ത വെറും കള്ളപ്രചാരണം മാത്രമായി ചുരുങ്ങി. മുഖ്യനോ മറ്റു മന്ത്രിമാരോ പോലും ഔദ്യോഗികമായി ഉന്നയിക്കാത്തൊരു കള്ളം പാർട്ടി പത്രം സ്വന്തം നിലയ്ക്ക് ഏറ്റെടുത്ത് പിന്നീട് തെളിവുകൾക്ക് മുന്നിൽ ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ച കേരള രാഷ്ട്രീയത്തിൽ CPMന്റെയും ദേശാഭിമാനിയുടെയും വിശ്വാസ്യത എന്ന ചോദ്യചിഹ്നം കൂടുതൽ വലുതാക്കി. ഇരട്ടച്ചങ്കിന്റെ പ്രതിരോധ കോട്ട തകരുമ്പോൾ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നേരിടുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നാണ്. എല്ലാം വരുത്തിവെച്ചത് തന്നെ മകനെതിരായ അന്വേഷണം ലാവ്ലിൻ കേസുമായി ബന്ധിപ്പിക്കപ്പെടുമ്പോൾ ഇരട്ടച്ചങ്കൻ എന്ന പ്രതിച്ഛായയ്ക്ക് വലിയ ഇടിവ് സംഭവിച്ചിരിക്കുന്നു. ഭരണസിരാ കേന്ദ്രമായ ക്ലിഫ് ഹൗസ് ഇന്ന് അഴിമതി ആരോപണങ്ങളുടെയും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങളുടെയും നിഴലിലാണ്. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരെ വരുന്ന ഓരോ അന്വേഷണവും സർക്കാരിന്റെ സത്യസന്ധതയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം എന്ന് പ്രസംഗിച്ച മുഖ്യമന്ത്രിക്ക് സ്വന്തം മകന് ED സമൻസ് അയച്ചപ്പോ സമൻസ് കിട്ടിയില്ല എന്ന തരം താഴ്ന്ന പ്രതിരോധം തീർക്കേണ്ടി വന്നത് ഇരട്ടച്ചങ്കന്റെ ചങ്കൂറ്റം എവിടെ പോയി എന്ന ചോദ്യം ഉയർത്തുന്നു. മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ രക്ഷിക്കാനുള്ള പാർട്ടി ക്യാപ്സ്യൂൾ തന്ത്രം മെനഞ്ഞത് CPM നേതൃത്വമായിരിക്കും. ദേശാഭിമാനിയിലൂടെ വ്യാജ സമൻസ് എന്ന പ്രചാരണം അഴിച്ചുവിട്ടതിലൂടെ താൽക്കാലികമായി ജനശ്രദ്ധ തിരിക്കാനാണ് അവർ ശ്രമിച്ചത്. എന്നാൽ മനോരമയുടെ വസ്തുതാപരമായ റിപ്പോർട്ടിങ്ങിന് മുന്നിൽ ആ ക്യാപ്സ്യൂൾ ദയനീയമായി പൊളിഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടി സത്യം മറച്ചുവെക്കാൻ വേണ്ടി സ്വന്തം മാധ്യമത്തെ ഉപയോഗിച്ച് കള്ളപ്രചരണത്തിന് ശ്രമിക്കുമ്പോൾ ആ പാർട്ടിയുടെ ധാർമ്മികത അടിത്തറയാണ് തകർന്നു വീണത്. രാഷ്ട്രീയ പക്ഷപാതിത്വം ആരോപിച്ച് നിരന്തരം വേട്ടയാടപ്പെടുന്ന മാധ്യമങ്ങൾക്കിടയിൽ മനോരമ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് പ്രശംസനീയമാണ്. ഭരണകൂടം നൽകിയ കള്ളപ്രചാരണത്തെ രേഖകളും നിയമപരമായ തെളിവുകളും ഉപയോഗിച്ച് തുറന്നു കാട്ടിയ മനോരമ കേരള രാഷ്ട്രീയത്തിൽ സത്യം വിളിച്ചു പറയുന്നതിലെ ധൈര്യവും ആർജവവും എന്തായിരിക്കണമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന് ഇന്ന് മറുപടി പറയേണ്ടത് വെറും പ്രതിപക്ഷത്തിനോ കേന്ദ്ര ഏജൻസികൾക്കോ മാത്രമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തെ ലക്ഷ്യം വെച്ച് ഉയർന്നു വരുന്ന ഓരോ ആരോപണങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന കേരളത്തിലെ പൊതുസമൂഹത്തോടു കൂടിയാണ്. പുകമറത്തന്ത്രങ്ങൾ ഇനി വിലപ്പോവില്ല. കാരണം സമൻസിലെ സത്യം ഇന്ന് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ കസേരയ്ക്കടിയിലെ തീ ആളി കത്തുമ്പോൾ CPM നേതൃത്വത്തിന് ഇനിയുള്ള ദിവസങ്ങൾ വലിയ വെല്ലുവിളിയാകും. അക്കാര്യത്തിൽ സംശയമേ വേണ്ട. എന്തായാലും മുഖ്യനുമായി ബന്ധപ്പെട്ട ഈ പുതിയ വിവാദങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.